റവറൻ ഫാദർ സാബു വണ്ടകത്തിൽ ഒരു അനുസ്മരണം. തിരുവല്ല മേപ്രാലിൽ നിന്നും നീലഗിരി ജില്ലയിലെ ഗൂഡല്ലൂരിനടുത്ത് പുത്തൂർ വയലിൽ 1968 സ്ഥലം വാങ്ങി താമസമാക്കിയ വണ്ടകത്തിൽ ഫിലിപ്പ് ഏലിയാമ്മ ദമ്പതികളുടെ 8 മക്കളിൽ 4ാമത്തെ മകനായി 15/4/1965 ജനിച്ച സെബാസ്റ്റ്യൻ എന്ന് മാമോദിസ പേരുള്ള സാബു അച്ഛൻ പ്രാഥമിക വിദ്യാഭ്യാസം ഗൂഡല്ലൂർ സെന്റ് തോമസ് മാർത്തോമ നഗറിലും ഹൈസ്കൂൾ വിദ്യാഭ്യാസം ഗൂഡല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും പൂർത്തിയാക്കി. അഡ്വക്കേറ്റ് റവറൻ ഫാദർ പോൾ വെള്ളക്കുന്നത്ത് പുത്തൂർ വയൽ സെന്റ് പോൾസ് മലങ്കര സുറിയാനി കത്തോലിക്ക ഇടവക വികാരിയായിരിക്കെ 1980 ബത്തേരി രൂപതയ്ക്ക് വേണ്ടി വൈദികനാകണമെന്നുള്ള ആഗ്രഹത്തോടെ മൈനർ സെമിനാരിയുടെ ആദ്യ ബാച്ചിൽ അംഗമായി. വൈദിക പരിശീലനം ആരംഭിച്ച സാബു അച്ഛൻ മൈനർ സെമിനാരി പഠനത്തിനു ശേഷം പൂനെ പേപ്പൽ സെമിനാരിയിൽ നിന്നും തത്വശാസ്ത്ര പഠനവും ദൈവശാസ്ത്ര പഠനവും പൂർത്തിയാക്കി 15/11/1990 പുത്തൂർ വയൽ ദേവാലയത്തിൽ വെച്ച് ബത്തേരി രൂപതയുടെ പ്രഥമ മെത്രാപ്പോലിത്തയായിരുന്ന സിറിൽ ബസേലിയോസ് കാതോലിക്ക ബാവായിൽ നിന്നും വൈദിക പട്ടവും പിറ്റേ ദിവസം മാതൃ ഇടവകയായ സെന്റ് പോൾസ് പുത്തൂർ വയൽ ദേവാലയത്തിൽ നിന്ന് തന്നെ പ്രഥമ ദിവ്യബലിയർപ്പണവും നടത്തി. ആദ്യ നിയമനം ബത്തേരിക്കടുത്തുള്ള ചെതലയം ഇടവകയായിരുന്നു. നല്ല വായനാശീലവും ഇംഗ്ലീഷിൽ പ്രാവീണ്യവുമുണ്ടായിരുന്ന സാബു അച്ഛനെ അഭിവന്യ പിതാവ് BEd പഠനത്തിനായി ഒറീസയിലേക്ക് അയക്കുകയും പഠനം വിജയകരമായി പൂർത്തിയാക്കിയ സാബു അച്ഛനെ വയനാട്ടിലെ ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളായ ബത്തേരി സെന്റ് ജോസഫ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ പ്രിൻസിപ്പലായി നിയമിക്കുകയും ചെയ്തു. 1993 മുതൽ 2001 വരെ പ്രിൻസിപ്പൽ സ്ഥാനം അലങ്കരിച്ച സാബു അച്ഛൻ സ്കൂളിനെ ഉന്നത നിലവാരത്തിലെത്തിച്ചു. ഈ കാലയളവ് സ്കൂളിന്റെ സുവർണ കാലഘട്ടമായിരുന്നു. ബഡേരി ഇടവക അംഗവും സ്കൂൾ സ്റ്റാഫും അച്ഛന്റെ സഹപ്രവർത്തകയുമായിരുന്ന ശ്രീമതി ശോശാമ്മ ടീച്ചറിന്റെ വാക്കുകൾ ഇത് വ്യക്തമാക്കുന്നു. അതിനിടയിൽ ഇടയ്ക്ക് ഒരു 1.5 വർഷക്കാലം അദ്ദേഹം സ്കൂളിൻ്റെ ലോക്കൽ മാനേജരായിട്ടും പ്രവർത്തിച്ചിരുന്നു. സ്കൂളിൻ്റെ ചരിത്രത്തിൽ മറക്കാനാവാത്തൊരേട് എന്ന് ഈ കാലഘട്ടത്തെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റും. തനുവിലും മനുവിലും സ്കൂളിൻ്റെ സമഗ്ര പുരോഗതി മാത്രം ലക്ഷ്യം വെച്ച ഒരു പുരോഹിത ശ്രേഷ്ഠനായിരുന്നു അദ്ദേഹം. ഒപ്പം അച്ഛൻ സ്കൂളിലുള്ളവരോടും രക്ഷിതാക്കളോട് അധ്യാപകരോട് കൊച്ചു കുഞ്ഞുങ്ങളോട് എല്ലാം വളരെ അടുത്തിടപഴകുന്ന അവരിൽ ഒരാളായി മാറുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമ കൂടിയായിരുന്നു സാബുച്ചൻ. കൊച്ചു കുട്ടികളായിരുന്നു സ്കൂളിലെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സൗഹൃദം എന്ന് പറയുന്നത്. കുട്ടികളിലൂടെയാണ് സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളെ സാബുച്ചൻ അറിഞ്ഞിരുന്നതെന്ന് മനസ്സിലാക്കാം. മിക്കപ്പോഴും ഏതെങ്കിലുമൊക്കെ ചെറിയ കുട്ടികളെ അച്ഛൻ്റെ പേരിൽ തൂങ്ങി ഗ്രൗണ്ടിലൂടെയും സ്കൂൾ കോമ്പൗണ്ടിലൂടെയൊക്കെ നടക്കുന്ന കാഴ്ച വളരെ ശ്രദ്ധേയമായ ഒന്നായിരുന്നു. അവരിൽ നിന്നാണ് അധ്യാപകരെക്കുറിച്ച് മറ്റാരോടും ചോദിക്കില്ല ഈ നടത്തത്തിനിടയിൽ കുട്ടികളിൽ നിന്ന് അധ്യാപകരെക്കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും അച്ഛൻ മനസ്സിലാക്കിയിരുന്നു. അതിന് വേണ്ടുന്നതായ നടപടികൾ, മാറ്റേണ്ട കാര്യങ്ങൾ മാറ്റാനും പറയേണ്ടതെല്ലാം പറഞ്ഞ് അവരെ തിരുത്തുന്നതിനും അച്ഛന് സാധിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ക്ലാസ്സിൽ കയറി ഇരിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. മറിച്ച് അതിൽ പോകുന്ന വഴി ഏതെങ്കിലും ഒരു കുട്ടിയാണ് അച്ഛനോട് വിവരങ്ങളെല്ലാം പറഞ്ഞിരുന്നത്. ഒപ്പം അദ്ദേഹത്തിൻ്റെ മറ്റുള്ളവരോടുള്ള ഇടപെടൽ കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ജാതിമത ഭേദമില്ലാതെ വർണ്ണവർഗ ഭേദമില്ലാതെ ആളുകളോടുള്ള ഇടപെടൽ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ വഴിനീളെ കാത്തു നിന്ന മനുഷ്യർ അതിനൊരു തെളിവാണ്. ഒപ്പം സഹപ്രവർത്തകരോടുള്ള പെരുമാറ്റം, എല്ലാവരെയും ഒരുപോലെ ചേർത്ത് നിർത്തുന്നതിനുള്ള അസാധാരണമായ ഒരു കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു.
സാബുച്ചൻ്റെ കാലത്താണ് നമുക്ക് സംസ്ഥാന തലത്തിൽ 3ാം റാങ്ക് വരെ ലഭിച്ചിട്ടുണ്ട്. ഒപ്പം എല്ലാ വർഷങ്ങളിലും നമുക്ക് കലോത്സവങ്ങളിലെ സെൻറ് ജോസഫ് സ്കൂളായിരുന്നു അന്ന് ജില്ലയിലെ 1ാം സ്ഥാനത്ത് നിന്നിരുന്നത്. ഇത്തരത്തിലുള്ള എല്ലാ കഴിവുകളുമുള്ള ഒരു മഹനീയ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് അകാലത്തിൽ പൊലിഞ്ഞു പോയത് എന്നുള്ളത് കൂടി ഓർമ്മിക്കാം. സ്കൂൾ പ്രിൻസിപ്പൽ ആയിരിക്കെ തന്നെ മൈനർ സെമിനാരി വൈസ് റെക്ടർ, വൈദികരുടെ വിശ്രമ കേന്ദ്രമായ സന്നിധാനത്തിന്റെ മേൽനോട്ടം, കുപ്പക്കൊല്ലി, അമ്പുകുത്തി, 3ാം മൈൽ, 5/5/1999 മുതൽ 8/12/2001 വരെ ചീരാൽ, നമ്പ്യാർകുന്ന് ഇടവകകളുടെ വികാരി സ്ഥാനം എന്നിവ നിർവഹിച്ചു. 8/12/2001 തമിഴ്നാട്ടിലെ ചെന്നൈയിൽ വെച്ചുണ്ടായ വാഹന അപകടത്തിൽ മരണം സംഭവിച്ചു. മിതഭാഷിയും സൗമ്യ പ്രകൃതവും സ്വതസിദ്ധമായ നർമ്മബോധവും പുലർത്തിയിരുന്ന അച്ഛൻ നല്ലൊരു അജപാലകനായിരുന്നു. അച്ഛൻ ശുശ്രൂഷ ചെയ്ത ഇടവകകളിലെ വിശ്വാസികൾ ബഹുമാനപ്പെട്ട സാബു അച്ഛനെ പ്രത്യേകമായി സ്മരിക്കുന്നു എന്നതിൻ്റെ വലിയ അടയാളമാണ് അച്ഛനു വേണ്ടി വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും നേർച്ച നടത്തുന്നതും. നല്ലൊരു വോളിബോൾ, ബാസ്കറ്റ്ബോൾ താരം കൂടിയായിരുന്നു സാബു അച്ഛൻ. സാബു അച്ഛൻ്റെ ബാറ്റ്സ്മെറ്റായ വർഗീസ് മറ്റവനയച്ഛൻ സാബു അച്ഛനെ അനുസ്മരിക്കുന്നു. വളരെ സരസമായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും എന്നാൽ യാതൊരു ആഹ്ലാദത്തിൻ്റെ എക്സ്പ്രഷൻ ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രകൃതക്കാരനായിരുന്നു സാബു അച്ഛൻ. വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ലൈഫിൻ്റെ ഉടമസ്ഥൻ കൂടിയായിരുന്നു. 10 മണിക്ക് ശേഷം ഒരു ദിവസം പോലും അദ്ദേഹം കിടക്കാൻ പോകില്ല. 10-ന് മുൻപാണ് എവിടെയാണെങ്കിലും അദ്ദേഹം കിടക്കുക. രാവിലെ എഴുന്നേറ്റ് വിശുദ്ധ കുർബാന ചൊല്ലി കാപ്പി കുടിച്ച് തയ്യാറായി സമയത്ത് സ്കൂളിൽ വരുന്ന ഒരു പ്രകൃതം. ഏറ്റവും സ്ലോ സ്പീഡിൽ വാഹനം ഓടിച്ചിരുന്ന ഒരു വൈദികനാണ് അദ്ദേഹം. വാഹന അപകടത്തിലാണ് മരിച്ചതെങ്കിലും അദ്ദേഹം ഓടിച്ചിരുന്ന അവസരത്തിലല്ല. ധാരാളം തമാശകൾ നമ്മുടെ വൈദിക ലോകത്തെ ക്ലിക്കാവുന്ന ധാരാളം തമാശകൾ പറയുന്ന ഒരു വൈദികനായിരുന്നു അദ്ദേഹം. തമാശ പറഞ്ഞതിന് ശേഷം എനിക്ക് കാര്യം അറിയുകയില്ല എന്നുള്ള മട്ടിലിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രകൃതം. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത പ്രിസിഷൻ, അതായത് കൃത്യത, ഉത്തരവാദിത്വ ബോധം, സമയനിഷ്ഠ. ദീർഘനേരമുള്ള പ്രസംഗങ്ങളില്ല, വലിയ ദീർഘമായ കുർബാനകളില്ല, സമയത്ത് തുടങ്ങും, സമയത്ത് അവസാനിപ്പിക്കും. പല മഠങ്ങളിൽ ചാപ്ലനായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. പല വ്യക്തികളെ വ്യക്തിപരമായിട്ട് സഹായിച്ചതായിട്ടും എനിക്കറിയാം. കൂടെ പ്രവർത്തിച്ചിരുന്ന അധ്യാപകരോ അനധ്യാപകരോ അതുപോലെ തന്നെ പള്ളിയിലുണ്ടായിരുന്ന ആൾക്കാരോ അദ്ദേഹത്തെക്കുറിച്ച് ഒരു പരാതിയുമായിട്ടും ഒരിക്കലും വന്നതായിട്ടും എനിക്കറിയില്ല. വൈദിക ജീവിതത്തിൽ ഒരു വർഷം ഒഴികെ ബാക്കി എല്ലാ വർഷവും ഞങ്ങൾ ഒരേ ക്യാമ്പസിലാണ് ഉണ്ടായിരുന്നത്. ശിരാലിൽ അദ്ദേഹം ശുശ്രൂഷ തുടങ്ങുന്ന സമയത്താണ് ക്യാമ്പസിൽ നിന്ന് മാറി ശിരാൽ പള്ളിയിൽ താമസമാക്കുന്നത്. എന്നിരുന്നാൽ പോലും വൈകുന്നേരം സ്കൂൾ വിട്ട് ശ്രേയസിൽ വന്ന് ഡ്രസ്സ് മാറി സെമിനറിയിൽ പോയി കളിച്ച് ശ്രേയസിൽ വന്ന് കുളിച്ച് റെഡിയായി ഒരൽപ്പം ഭക്ഷണവും കഴിച്ച് ഏതാണ്ട് ഒരു 9 മണിയോടുകൂടി അദ്ദേഹം തിരിച്ചു പോകുന്ന ഒരു പതിവുണ്ടായിരുന്നു. നമുക്ക് പലർക്കും അദ്ദേഹത്തിൻ്റെ ബുദ്ധിശക്തിയെയും തമാശ പറയാനുള്ള വൈഭവത്തെയും കാര്യകൃത്യതയെയും ഒക്കെ മാതൃകയാക്കാവുന്നതാണ്. അദ്ദേഹത്തിന് ദൈവം പരലോകത്തിൽ നിത്യ ആയുസ്സ് ദൈവത്തോടൊപ്പം നൽകട്ടെ എന്ന് നമുക്ക് കൃത്യമായ രീതിയിൽ പ്രാർത്ഥിക്കുകയും താല്പര്യപ്പെടുകയും ചെയ്യാം. നമ്മുടെ പ്രിയപ്പെട്ട സാബു അച്ഛൻ നിത്യതയിലേക്ക് പ്രവേശിച്ച് ഇന്ന് 23 വർഷങ്ങൾ പിന്നിടുന്നു. ബഹുമാനപ്പെട്ട അച്ഛനിലൂടെ സഭ സമൂഹത്തിനും ലഭിച്ച ദൈവിക അനുഗ്രഹങ്ങൾക്ക്
നമുക്ക് നന്ദി പ്രകാശിപ്പിക്കാം. അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കാം. അച്ഛൻ്റെ പാവന സ്മരണകൾക്ക് മുന്നിൽ ബത്തേരി രൂപതയിലെ വൈദിക കൂട്ടായ്മയുടെ പ്രാർത്ഥനാ പുഷ്പങ്ങൾ സമർപ്പിക്കുന്നു. മിശിഹാക്കുദാശകളർപ്പീച്ചോ രാജാര്യന്മാർ കേകുക പുണ്യം നാഥാസ്തോത്രം.